പീപ്പിൾസ് മൂവ്മെൻറ്റ് സജീവ അംഗമായിട്ടുള്ള ശ്രീ രാജീവ് സാറിനെ ക്ഷണിക്കുക. ശ്രദ്ധയാകർഷിച്ച ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു പിശക്, അത് എത്ര കാഠിന്യമേറിയതാണ് എന്ന് നമ്മൾ വന്നതുവര പഠിക്കണം. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ കറക്ഷൻ കൊടുത്ത ഏജൻസികൾ അത് സാധാരണ മട്ടിൽ അത് കൊട്ടേഷൻ വിളിച്ച് അവരുടെ ടെക്നിക്കൽ കപ്പാസിറ്റി സ്റ്റെബിലിറ്റി എല്ലാം നോക്കിയിട്ട് വേണം അത് കൊടുക്കാൻ. പക്ഷേ എപ്പോഴും നമുക്കറിയാം, ഇന്ത്യയിൽ എപ്പോഴും സ്വജനപക്ഷപാതം വാഴുന്ന ഈ രാജ്യത്ത് ആരോ ഇഷ്ടക്കാർക്ക് കൊടുത്തതാണ്. അത് ആദ്യം അത് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളത് കറക്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് പറഞ്ഞില്ല അതങ്ങനെയാണ്. പക്ഷേ എല്ലാം അത് വെള്ളത്തിൽ വരച്ച വരവുകയാണ്. പക്ഷേ അതേ സമയത്ത് ഈ നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്ന ഈ യുവതലമുറയ്ക്ക് ഏറ്റവും നിരാശയും പ്രതികൂലമായ അന്തരീക്ഷവും സൃഷ്ടിച്ച ഈ കേസ് ഇന്ത്യയിലാകെ യുവജനങ്ങളെ വളരെ പരിഭ്രാന്തരായി. അതിൻ്റെ ഫലമായിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP രംഗത്ത് വരുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ മെഗഫോൺ വെച്ച് വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ കൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്നില്ല. ഈ സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് കുട്ടികളാണ് ഇതിലേക്ക് വന്നു ചേർന്നത്. അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയതിൻ്റെ പേരിൽ ന്യൂഡൽഹിയിൽ ഒരു വലിയ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിൽ ഈ കോക്രോച്ച് എന്ന് പറയുന്ന ഒരു പേര് വരാനും ഒരു കാരണമുണ്ട്. കാരണം ഈ ജനിച്ചിട്ടുള്ള ആൾക്കാരെ, ജോലിയില്ലാത്ത ആൾക്കാരെയെല്ലാം കോക്രോച്ച് അഥവാ പാറ്റകൾ എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പരാമർശവും ഉണ്ടായിരുന്നതും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിൽ നടന്ന ഒരു പ്രകടനത്തിനുപരി ഇതിന് കാരണക്കാരായവരെ ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ അഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന ഒരു സംഘടനയാണ് ആന്റി കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ACPM. അപ്പോൾ ഇന്ന് ഈ മഞ്ചി സ്ക്വയറിൽ ചേരുന്ന യോഗത്തിലൂടെ ഞങ്ങൾ ഈ CJP അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അവർക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഈ ചർച്ചയ്ക്ക് സ്വാഗതം. ഒരു ഐക്യദാർഢ്യ പ്രകടനമാണ് ഇവിടെ നടത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ പത്തുകാലത്ത് നവമാധ്യമങ്ങളിൽ രൂപപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ വളരെയേറെ പ്രസക്തമായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ വിദ്യാഭ്യാസമായി നിശ്ചയിച്ചുകൊണ്ട് സമീപകാലത്ത് നീറ്റ് പരീക്ഷകളുടെ മോക്ടെയിലുകളും അതുപോലെ തന്നെ CBSE പരീക്ഷയിലെ വീഴ്ചകളുമെല്ലാം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാവിയിൽ അത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ആണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആ ഡിമാൻഡുകളോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വികലവും വിലക്ഷണവുമായ വിദ്യാഭ്യാസ നയം അത് തിരുത്തണമെന്നുള്ള അടിസ്ഥാനപരമായ ആവശ്യം CJP മാത്രമല്ല, ഈ രാജ്യത്തെ പ്രതികരണശേഷിയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര BJP ഗവൺമെൻറ് സാമ്പത്തിക തൊഴിൽ നയങ്ങൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ നയവും ഇവിടെ വളരെ വികലമായ രീതിയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി വിദ്യാർത്ഥികൾ ഒട്ടേറെ പൈസ ചെലവഴിച്ച് ട്യൂഷൻ എടുത്ത്
വിജയം കൊയ്യാൻ വേണ്ടി കാത്തുനിന്നു. അത് ഒരു ഘട്ടത്തിനോട് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം, അതുപോലെ തന്നെ അവരിൽ ഉളവാകുന്ന വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം ഇന്ന് കൂടുതലായി വന്നുകൊണ്ടിരിക്കുക. ഈ നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യാനുള്ള കാര്യം ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നുമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ രാജിവെക്കാനല്ല നമ്മൾ പറയുന്നത്. കൃത്യമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ കാര്യക്ഷമമായി വിദ്യാഭ്യാസ രംഗം കൊണ്ടുപോകാൻ കഴിവില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആ സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറണമെന്നല്ല. രാജിവെക്കുക എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ ആവശ്യമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സംസ്ഥാനം മാറുക എന്നുള്ളത്. കഴിവുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ നിയോഗിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ നല്ല പൗരന്മാരായിട്ട് വളർത്തുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ നോട്ടം. അത് ടോർച്ചർ ചെയ്യുന്ന വിധത്തിലാണ് കേന്ദ്ര BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ആവശ്യമില്ല, യുവജനങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ നയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ നയത്തിനെതിരെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. അവർ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡുകൾക്കാണ് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. അല്ല, കോക്രോച്ച് ജനതാ പാർട്ടിക്കല്ല നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള മുഖ്യമായിട്ടുള്ള ഡിമാൻഡ് നീറ്റ് പരീക്ഷയിലും അതുപോലെ തന്നെ CBSE പരീക്ഷയിലും ഉണ്ടായ വീഴ്ചകളും അതുപോലെ തന്നെ കൃത്യവിലോപങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൂടാ എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ 10,000-കണക്കിന് രൂപ കടമെടുത്ത് ട്യൂഷൻ എടുത്ത് ആണ് ഈ നീറ്റ് പരീക്ഷ മെഡിക്കൽ എൻട്രൻസ് ചേരുന്നത്. ആ മെഡിക്കൽ എൻട്രൻസിൽ കഴിഞ്ഞ ജാനുവരിയിൽ നടത്തിയപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മെറിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട്, അത് മറ്റ് ചെയ്തപ്പോഴുണ്ടായ മാനസിക ബുദ്ധിമുട്ട്, മാനസിക സംഘടന ആത്മഹത്യയിലേക്ക് വരെ കുട്ടികളെ നയിച്ചു. അപ്പൊ ആ വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ വികലവും വിലക്ഷണവുമായ വിദ്യാഭ്യാസ നയമാണ്. ആ വിദ്യാഭ്യാസ നയം തിരുത്തണമെന്നും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങൾക്കും ആവശ്യമായ വിധത്തിലുള്ള സംരക്ഷണം എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ ആവശ്യപ്പെടുന്നതോടൊപ്പം അതിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡിനെ നമ്മൾ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. അതിൻ്റെ ആ ഡിമാൻഡുകൾക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സന്നദ്ധ സേവന സംഘടനയുടെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി രാജീവ് നടേശനാണ്. ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ACTയുടെ പ്രസിഡന്റായിട്ടുള്ള നൈജൽ ജോസഫാണ്. അതുപോലെ തന്നെ നമ്മുടെ ACTയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രസാദുണ്ട്, ജോ പാലോക്കാരുണ്ട്, ശ്രീമതി പത്മാവാടുണ്ട്. ഇങ്ങനെ നമ്മുടെ മനോജുണ്ട്. ഇങ്ങനെ ACTയുടെ സമ്പന്നരായ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു യോഗമാണ് ഇവിടെ ഉള്ളത്. യോഗത്തിൻ്റെ ആളുകളുടെ എണ്ണത്തിലല്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെ മൂല്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 6 പേരുള്ളെങ്കിൽ ഈ 6 പേരും നല്ല രീതിയിൽ സംഘടനയെ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ ഇതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരായ സുഹൃത്തുക്കളെയും ആദ്യമായി സ്വാഗതം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടരാജൻ സാറാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. യോഗ പാലോക്കാരൻ സാറുണ്ട്, അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ACTയുടെ പ്രസിഡന്റ്
അഡ്വക്കേറ്റ് ഷൈജൻ ജോസഫിനെ ഈ യോഗത്തിലേക്ക് സൂക്ഷ്മമായ രൂപം സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ വിഷ്ണു പ്രസാദ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മധുരശ്രീ യൂണിറ്റിൻ്റെ നേതാവായിട്ടുള്ള പത്മകാലത്തിനെ നിങ്ങൾ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോജോട് സന്നിധിനായിട്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സൂക്ഷ്മമായി നിങ്ങൾ നേരത്തെ പീപ്പിൾസ് മൂവ്മെന്റ്, അതായത് അനന്തര വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യരായ അംഗങ്ങളെ, ഇവിടെ ഉള്ള ബഹുമാന്യരായ നാട്ടുകാരെ, ഇന്ന് ഈ യോഗം കൂടുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ കൗമാരക്കാരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള നീറ്റ് അല്ലെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇവിടെ നീറ്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ലക്ഷങ്ങൾ മുടക്കിയാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. രാപകലില്ലാതെ ഉറക്കമെത്തിക്കുന്നത് വളരെ കഠിനാധ്വാനം ചെയ്ത് അവരുടെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇരുട്ടടി എന്ന രീതിയിൽ ഈ കാര്യം വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും പ്രതീക്ഷയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അട്ടിമറിക്കുന്ന സമീപനം എന്നത് യാദർശികമായി സംഭവിച്ചതോ യാദർശികമായി വന്ന വീഴ്ചകളല്ല, മറിച്ച് കളങ്കിതമായിട്ടുള്ള, ഇതിനു മുമ്പ് തന്നെ കളങ്കിതമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയെ കൊണ്ട് പരീക്ഷ നടത്തുകയും പ്രവേശന പരീക്ഷ നടത്തുകയാണ് ഉണ്ടായത്. കളങ്കിതമായ ഏജൻസിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പരീക്ഷ നടത്തി കഴിഞ്ഞിട്ട് അതിന് വീഴ്ചകൾ ഉണ്ടാവുകയും ആ വീഴ്ചകൾ വീണ്ടും വീണ്ടും മൂടിവെക്കാൻ ശ്രമിക്കുകയും ആ വീഴ്ചകൾ തിരുത്താനല്ല മറിച്ച് വീണ്ടും മൂടിവെക്കാൻ ശ്രമിക്കുകയും കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയുണ്ടാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഇവരുടെ ഇന്ത്യയിലെ വളർന്നു വരുന്ന സമൂഹത്തോട് നേരെ കൊഞ്ഞനം കൂട്ടുന്ന ഒരു സമീപനമാണ് ഇത് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലപാടിനെതിരായിട്ട് പ്രതിഷേധിക്കുക. ആ നിലപാടിനെതിരായിട്ട് എല്ലാ പൗരബോധമുള്ള സകല ജനാധിപത്യ വിശ്വാസികളും ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിക്കേണ്ടതാണ്. അപ്പൊ ആ വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന് പറയുന്ന യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉയർന്നു വന്നപ്പോൾ അത് വിദേശ ഫണ്ടാണ്, ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് യഥാർത്ഥ പ്രസക്തമായ വിഷയമെന്ന് പറയുന്നത് ഇത് അനുമതി നടന്നിട്ടുള്ള ഒരു പരീക്ഷ നടത്തിപ്പാണ്, വീഴ്ചകൾ നടന്നിട്ടുള്ള ഒരു പരീക്ഷ നടത്തിപ്പാണ്. അത് യാദൃശ്യമായി സംഭവിച്ചതല്ല, മനഃപൂർവ്വമായ വീഴ്ച നടത്തിക്കൊണ്ടുള്ള പരീക്ഷ നടത്തിപ്പാണ്. അതിന്റെ ഉത്തരവാദിത്തം ആരാണെന്ന് ഫിക്സ് ചെയ്യാൻ പോലും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സാധാരണയിലും വലിയ തോതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് ആ മന്ത്രിയെങ്കിലും രാജിവെക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ഈ ജനങ്ങളുടെ നേരെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ നേരെ, അവരുടെ മാതാപിതാക്കന്മാരുടെ നേരെ വിദ്യാഭ്യാസത്തിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കണമെന്ന്, രണ്ടാം പഠിച്ച് നേട്ടമുണ്ടാക്കണമെന്ന് കരുതുന്ന ആളുകളുടെ നേരെ കൊഞ്ഞനം കിട്ടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരെയായിട്ടാണ് ഈ അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തെ പറ്റി രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ. 2010-11 കാലഘട്ടത്തിൽ, കൃത്യമായിട്ട് പറഞ്ഞ 2011 മാർച്ച് കാലഘട്ടത്തിൽ അണ്ണാ ഹസാരെ ഇതുപോലെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട്, അഴിമതി വിരുദ്ധ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അന്നത്തെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സമരവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഒരുപാട് പേര് ഇതുപോലെ അന്നും ആരോപണം ഉന്നയിച്ചാൽ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചായിരുന്നു. പക്ഷേ അന്ന് ആ ഉയർത്തിയ പ്രശ്നം പ്രസക്തമാണ്. അന്ന് അഴിമതി നടക്കുന്ന അല്ലെങ്കിൽ അഴിമതി നടക്കാൻ സാധ്യതയുള്ള കാര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്ന് സമരത്തിന് പ്രക്ഷോഭവുമായിട്ട് ആളുകൾ ഇറങ്ങിയത്. അതിന്റെ ഭാഗമാണ് ഈ അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം. അതിന് തുടർച്ചയായിട്ടാണ് ഈ അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ഉണ്ടായി വന്നത്. അതുകൊണ്ട് തന്നെ ആ ധാർമ്മിക കരുത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ നീറ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷയിൽ അഴിമതിയിലൂടെ അട്ടിമറി നടക്കുമ്പോഴും ആ ധാർമ്മിക കരുത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരാളോ ആണെങ്കിൽ പോലും പ്രതിഷേധം ഏറ്റവും ആദ്യമേ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വരണമെന്ന് തീരുമാനമുണ്ടായത്. അപ്പോൾ അതിനകത്ത് പലരും ചിലർക്ക് എതിർക്കുന്നുണ്ട്, ഇത് ഗൂഢാലോചനയാണ്. അത് ഗൂഢാലോചന എന്തായാലും ഇപ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്, നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു കാര്യമാണല്ലോ.
നീറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. CBSE നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തര സൂചിക കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു പരാജയപ്പെട്ട ഒരു സന്ദർഭമായി മാറുകയുണ്ടായി. ഉത്തരപേപ്പറിൽ വളരെയധികം മോശമായ രീതിയിൽ അവിടെ തെളിയാത്ത ഉത്തരപേപ്പറുകൾ തുടങ്ങുകയും ഉത്തരപേപ്പറുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ നേരെ കൊഞ്ഞനം കുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇതാണ് കൂടാതെയാണെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാതിരിക്കുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന എന്ന നിലയിൽ ഈ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റിന് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ധാർമ്മികമായ ആ കെട്ടലുകൂടി 2011 ആരംഭിച്ച ധാർമ്മികത ഉയർത്തിക്കൊണ്ട് തുടങ്ങിയ ഈ സംഘടനയ്ക്ക് ആ കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ സജീവമായിട്ടുള്ള കാലിക പ്രസക്തിയുള്ള ഈ പ്രതിഷേധത്തിന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മുമ്പിൽ വെച്ച് ഈ പ്രതിഷേധം ഒരു തുടർ സംരംഭമായി മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാതെ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ CBSE നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയോ വേറെ ഏതെങ്കിലും പാർട്ടിയോ ഇനിയും സമരവുമായിട്ട് മുന്നോട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ തുടർച്ച ഉണ്ടാവുമെന്ന് കൂടി എല്ലാവരും കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാം ഈ ഒരു 50 വയസ്സിന് മുകളിൽ പണ്ട് കാലത്ത് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും. ഇന്ന് കാലത്ത് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കേണ്ട കാര്യമില്ല. കാൽക്കുലേറ്ററിൽ രണ്ട് പേരിൽ കുട്ടിക്കഴിഞ്ഞാൽ ഏത് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒരു മിനിറ്റ് കാണാം. അപ്പം പഴയ കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മളോട് മുമ്പോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ എല്ലാ തരത്തിലും നശിപ്പിക്കും. എല്ലാ തരത്തിലും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ 2 ആഴ്ച മുമ്പുണ്ടായ ED ചെക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കാർ തല്ലിപ്പൊളിച്ചു നോക്കുന്നപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഈ സമരത്തിന് കൊണ്ടുപോയിട്ട് കളക്ടറേറ്റിൻ്റെ മുമ്പിലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും തല്ലി പോലീസുകാരെ തല്ലി നാളെ വയ്ക്കുന്ന പരിപാടി ഈ ഒറ്റ ED പ്രശ്നത്തോടുകൂടി തീരാൻ പോവുകയാണ്. അപ്പം ഇതുപോലെ നിമിത്തങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവും. ആ നിമിത്തങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കേരളവും ഇന്ത്യയൊക്കെ ഇത് തിരിച്ചറിവിൽ കൂടെ കാര്യങ്ങൾ പോകും. ഉദാഹരണത്തിന് നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞ കേസ്, ഇതുപോലെ തന്നെ ജഡ്ജിമാർ പലരും ഇത് നീട്ടി വെച്ചിട്ട് 30-35 കൊല്ലമായിട്ട് കേസിൻ്റെ വിധി പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ നമുക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു നിയമ സംവിധാനം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുള്ള ജഡ്ജിമാർ തന്നെയാണ് ഇതുപോലത്തെ കോപ്പറേറ്റ് ഇൻഷുറൻസൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ അധിക്ഷേപിക്കുകയും ഇതുപോലെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കുകയും ഇതിനൊരു പരിഹാരം കാണേണ്ടത് മുൻകാറ്റായിട്ടാണ് ഇത് വരുന്നത്. ചില കുട്ടികൾ വരുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളിലേക്ക് ഒരു പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ജോലി കൊടുക്കാനായിട്ട് നമ്മുടെ കേരളത്തിനോ നമ്മുടെ ഇന്ത്യക്കോ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും ഒരു ഡിഗ്രി എങ്ങനെയും കൈവശപ്പെടുത്തുക, വിദ്യാഭ്യാസമൊക്കെ അടച്ചു കൊടുക്കുന്ന വണ്ടി കയറി. എൻ്റെ മകനടക്കം വണ്ടി കയറി കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഗൾഫിലേക്കൊക്കെ പോവുക. അപ്പം അതിനും പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഓരോ മനുഷ്യർക്കും ഓരോ പ്രസിഡന്റുമാർക്ക് തോന്നുന്നുണ്ട് ഇന്ന് അവിടെ പോകുമ്പോഴുക ഇവിടെ പോകുമ്പോഴുക. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി കേൾക്കണ പോലെ നമ്മളെല്ലാവരും തന്നെ കേട്ടുകൊണ്ടിരിക്കും. പ്രതികരിക്കാനായിട്ട് ആളില്ലാത്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. ആളുകൾ നിരാശരാണ്. ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നിട്ട് പുതിയ ഗവൺമെൻറ് കേരളത്തിൽ എന്താ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ആം ആദ്മി പാർട്ടി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ആം ആദ്മി പാർട്ടി നന്നാവുകയാണ്. ആം ആദ്മി പാർട്ടിനെ ഒരു കാലം ഒതുക്കി ഒളിപ്പിക്കുന്നത് 2020 പ്രസ്ഥാനം എത്ര നല്ല പ്രസ്ഥാനമാണ്. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ആ പ്രസ്ഥാനവും ഒരിക്കൽ മുലക്കെടുത്തുന്നത് സ്ഥിതി കൊണ്ടുവന്നു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അന്ന് തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അവിടെ മന്ത്രിമാർ കാണിച്ചുകൂട്ടി തല്ലിപ്പൊളിച്ചത് ഈ കുട്ടികളുടെ ഒരു മാതൃകയായിട്ട് എന്താണ് കാണിച്ചു കൂട്ടിയത്? ഒരു അസംബ്ലി തല്ലിപ്പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലൊരു നാളെക്കേട് കേരളത്തിലെ ലോകത്തിലെ ഇതുപോലൊരു സംഭവം കേരളത്തിൽ മാത്രം കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന സംഗതി ഒന്ന് കോക്രോച്ച് പാർട്ടിയെങ്കിൽ കോക്രോച്ച് പാർട്ടി, BJP ഈ പാർട്ടി അതിനെ
സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ പോലത്തെ ചെറുപ്പക്കാരെ ഒന്നിച്ചു കൂടി നിന്ന് തീർച്ചയായിട്ടും കേരളത്തിനെയും ഇന്ത്യയെയും എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കുന്ന ഒരു രാജ്യമായി മാറ്റിയിട്ട് മാത്രമേ സംസ്ഥാനം കാണാൻ പറ്റൂ. കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടാതെ സൂയിസൈഡ് ചെയ്യണം. ദിവസവും 10ഉം 15ഉം പേരാണ് കേരളത്തിലൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ മാറണമെങ്കിൽ ഇവിടുത്തെ യുവതലമുറ ഉണരുക തന്നെ വേണം. എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട്. ശരിയാകട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നമുക്ക് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എത്ര കൊല്ലമായി പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ, പ്രഗത്ഭരായ മന്ത്രിമാരൊക്കെ ഉള്ള കേരളത്തിൽ, പഠിച്ചറിവുള്ള കേരളത്തിൽ ഇവിടെ മുല്ലപ്പെരിയാറിനെ പറ്റി പ്രബലമാണ്. അതുപോലെ മുല്ലപ്പെരിയാർ കുട്ടികളെന്നുണ്ടാവുന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതേപോലുള്ളവരൊക്കെ ഇതിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കാനേ സാധിക്കുള്ളൂ. ഞങ്ങളൊക്കെ പ്രായമായ ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഈ സംസാരം കേൾക്കുന്നവരെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്നവരെങ്കിലും ഇതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് കേരളത്തെ ജീവിക്കണമെന്ന് മാത്രം നമസ്കാരം. ജയ് ഹിന്ദ്. എല്ലാവർക്കും സഹായമാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനുപരി യുവാക്കളുടെ ഒരു കൂട്ടായ്മ ആണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. ഈ പേര് വന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു കലാപത്തിൻ്റെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഈ പേരിൻ്റെ കോക്രോച്ച് ചോദ്യം ചെയ്യുന്ന ആൾക്കാർ, ഒരു പണിയില്ലാതെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ എന്ന രീതിയിൽ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ പേരിട്ടതാണ് യുവാക്കൾക്ക് കോക്രോച്ച് എന്നത്. അതുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയുടെ ഉത്ഭവം. ചോദ്യം ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് പാർട്ടി ഒരു വന്നതിന് ശേഷം ചെയ്തത്. ചോദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ തുറന്നപ്പോൾ അതിന് ഉത്തരവാദികളായ വ്യക്തികളാരാണ് അവരെ അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി മന്ത്രി രാജിവെക്കുക എന്നൊരു കാര്യം പറയുക ചെയ്യുന്നതിന് മാത്രമാണ് അവരെ വേട്ടയാടിയത്. ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും അവകാശമാണ്. പ്രത്യേകിച്ച് തെറ്റ് ചെയ്യുന്നതിനെതിരെ ചോദ്യം ചെയ്താൽ എന്നാണ് ഏറ്റവും ശരിയായ ചോദ്യം. ആ ചോദ്യം ചോദിക്കാൻ ഒരു കൂട്ടായ്മ ഇല്ലാതാക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പുറകോട്ട് നയിക്കും. ചോദ്യം ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഈ കോൺഗ്രസ് ജനതാ പാർട്ടി നയിക്കുന്ന യുവാക്കളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സംഘാടകരെയും, അതിലൊരു സംഘടനയാണ് ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻറ്റ്. ഈ ഒരു പരിപാടി, അതായത് മറ്റേ ഈ കണിശമായ ഈ സമയം, അതായത് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ശരിയായ ദിശയിലോട്ട് നയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന കോൺഗ്രസ് ജനതാ പാർട്ടി അതുപോലെ മറ്റ് സംഘാടകർക്കും ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻറ്റ് സംഘടനയുടെ പേരിൽ ആശംസ നേരുന്നു. ഇവിടെ വന്ന വളരെ കുറച്ച് പേരെങ്കിലും അവർ ശരിയായ ഒരു കാര്യത്തിനാണ് വന്നതെന്ന് എന്നതിൽ ഒരു സംശയമില്ല. ഓരോരുത്തർക്കും എൻ്റെ പേരിൽ ആശംസ നേരുന്നു. ഇത് കേട്ട് കുറച്ച് നേരമെങ്കിലും ഇവയിൽ നടന്നുപോയി കുറച്ചെങ്കിലും കേട്ടു ഇതുപോലെ എന്താ കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നിമിഷത്തിൽ നിന്ന നിങ്ങൾക്കും ആശംസ നേരുന്നു. ഈ ഒരു പ്രശ്നം കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ആശയം, ആ ഒരു പാർട്ടി പോയാലും ആ ആശയം, ഒരു ചോദ്യം ഉന്നയിക്കുന്ന ആ ചോദ്യം എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു യുവാക്കളും ഇതിൻ്റെ പിറകെ കൂടി വലിയൊരു പ്രസ്ഥാനമായിട്ട് എപ്പോഴും ഇത് നിലനിൽക്കട്ടെ. വരാൻ പോകുന്ന അഴിമതിയെയും ഒരു ചോദ്യം ചെയ്യട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. ഇത് കേട്ട് നിന്നാൽ കുറച്ച് കേൾക്കാനെങ്കിലും സമയം കണ്ടെത്തിയ വ്യക്തികൾക്ക് സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. നടത്തിയ ഈ പ്രതിഷേധ യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ യോഗം അവസാനിച്ചതായി തീരുമാനിച്ചു.